സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് വാദത്തെക്കുറിച്ച് നിങ്ങൾക്കറിയേണ്ട അറിവുകളാണ് നൽകുക. വാദത്തിന് എല്ലാ ടൈപ്പ് വാദങ്ങളും പലർക്കും ഉണ്ടാകും. വെറുതെ മേൽവേദനയും നീരും വരും, അല്ലെങ്കിൽ സന്ധികൾ വേദന വരും, ഇല്ലെങ്കിൽ ആമവാദം പോലെയുള്ളത് വരും. തഴുതാമയുടെ ഇല എല്ലാ ദിവസവും കറി വെച്ച് തോരൻ വെച്ച് കൂട്ടുക. ദിവസം ഒരു നേരമെങ്കിലും തഴുതാമ ഇല്ലെങ്കിൽ വെച്ച് പിടിപ്പിക്കണം. അത് ഇഷ്ടം പോലെ എല്ലായിടത്തും ഉള്ളതാണ്. തൈ വാങ്ങാൻ കിട്ടും. തഴുതാമയുടെ ഇല തോരൻ വെച്ച് കഴിക്കുന്നത് എല്ലാ വാദത്തെയും ശമിപ്പിക്കും. വാദക്കാരെല്ലാവരും, അല്ല വാദമില്ല ശരീരവേദന നീരാണ്, കഴിച്ചോളൂ, നല്ലത്, മറക്കരുത് കഴിക്കാൻ കേട്ടോ. ഇനി ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അന്ന് പല്ലുവേദനയെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. പേര ഇല കുറച്ച് മുറിച്ച് ഉപ്പിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് നന്നായി ഒരു ഗ്ലാസ് അര ഗ്ലാസ്സാക്കി വറ്റിച്ചിട്ട് ഇളം ചൂടിൽ കവിൾ കൊണ്ട് പിടിച്ചാൽ പല്ലുവേദന ശമിക്കും. പല്ലുവേദന പെട്ടെന്ന് രാത്രിയൊക്കെ ഉണ്ടായി ഇത് ചെയ്താൽ മതി. പേരയില മുറ്റത്തുണ്ടെങ്കിൽ ചെയ്യാം. നാളത്തെ ചോദ്യം ഇതാണ്. മനോഹരമായി പൂക്കും, പക്ഷെ ഒരു ഔഷധ ചെടിയാണ്, എന്നാൽ പലർക്കും അലർജി ഉള്ളതുമാണ്. എന്തായിരിക്കും അതിൻ്റെ ഉത്തരം? ഉത്തരം വേഗം അറിയിക്കുക. ഇനിയും ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നവംബർ ആദ്യ ആഴ്ച മുതൽ നമ്മൾ വീണ്ടും അടുത്ത ബാച്ച് ആരംഭിക്കുന്നു. താല്പര്യമുള്ളവർക്ക് വരാം. ഒത്തിരി നല്ല അറിവുകൾ കിട്ടും. 100% നിങ്ങൾക്ക് ഗുണം കിട്ടും. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണിത്. നന്ദി, നമസ്കാരം. സാർ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് രമേശനാണ്. ഇന്ന് ക്ലാസ് തുടങ്ങുന്നതിന് കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അല്പം വൈകിയാണ് തുടങ്ങിയതെങ്കിലും ഇന്ന് കിട്ടിയ അറിവ് വളരെ വിലപ്പെട്ടതായിരുന്നു. ഈ കരിമഞ്ഞൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടിയൊരു പുതിയ അറിവാണ്. കരിമഞ്ഞൾ വാങ്ങി അത് ചെറു കഷ്ണങ്ങളാക്കി 4 ഗ്ലാസ് വെള്ളത്തിൽ 1 ഗ്ലാസ് ആക്കി 2 നേരം കുടിക്കുക. അത് പാൻക്രിയാസിനെ ശക്തിപ്പെടുത്താൻ നല്ലതാണ് എന്ന ഒരു അറിവ് എനിക്ക് കിട്ടിയൊരു പുതിയ അറിവാണ്. ഈ അറിവിന് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു സാർ. നാളത്തെ ക്ലാസ്സിനായി കാത്തിരിക്കുന്നു. ഹലോ സാറേ, ഞാൻ മോളിയാണ്. സാറേ, ഇന്ന് അറിയാത്ത കുറേ കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. നല്ല ക്ലാസ്സായിരുന്നു സാറേ. ഓക്കെ. പിന്നെ എല്ലാ ദിവസത്തെ ക്ലാസ്സും സാർ നല്ല ക്ലാസ്സുകളാണ്. നല്ല സിമ്പിളായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ എല്ലാവരും പറഞ്ഞു തരുന്നുണ്ട്. ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പറയാൻ എനിക്ക് 2 ദിവസം സമയം കിട്ടിയില്ല. ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത്തിരി തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് സോറി ചോദിച്ചുകൊണ്ട് ഞാനിപ്പോൾ പറയാണ്. നല്ല ക്ലാസ്സുകളാണ്, ഞങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഓക്കെ.